നല്ല പ്രതീക്ഷ. കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം തീർത്തും ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്. ഈ കഴിഞ്ഞ കാലത്തെ ഇടതുപക്ഷ ഭരണം ഈ നാട്ടിലെ ജനങ്ങളെ ഇതുപോലെ ഞെക്കിപ്പിരിഞ്ഞ ഒരു കാലഘട്ടം ഒരിക്കലും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. കോടാനുകോടികളുടെ കറപ്ഷൻ, അഴിമതിയുടെ കൂത്തരംഗമായൊരു സംസ്ഥാനം മാറിയത് ഇന്നല്ലാണ്ട് എപ്പോഴാണ്? ശബരിമല സംഭവം നിങ്ങൾ ആലോചിച്ചാൽ പോരെ. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഒരു ദേവൻ്റെ ക്ഷേത്രത്തിൽ കയറി അവിടുന്ന് പാളി സ്വർണ്ണപ്പാളി കൊണ്ടുപോയി വിൽപ്പന നടത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ആരെല്ലാം നേതാക്കന്മാർ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കുന്നവരാരാ? ഈ ഇടതുപക്ഷക്കാരനാണ്. പിണറായി വിജയൻ്റെ ഇടതും വലതും നിൽക്കുന്നവരാണ്. അതിൻ്റെ അകത്തൊക്കെ അവരെ സഹായിക്കാൻ സർക്കാർ നിൽക്കുകയല്ലേ. അതിന് പുറത്ത് ഒരു അന്വേഷണം തുടരുന്നുണ്ടോ ഇപ്പോൾ? എനിക്കറിയില്ല. ഞാനൊന്നൊരു വിവരം പത്രത്തിൽ വാർത്ത കാണുന്നില്ല. അതിനെക്കുറിച്ച് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇവരെ മാത്രമല്ലല്ലോ, വേറെ ആളുകളില്ലേ? ആളുകളെ കണ്ടെത്താൻ എന്താ ശ്രമിക്കാത്തത്? ശബരിമല സർക്കാരിന്റെ നിലപാട് ഗുണം ചെയ്യുമെന്ന് പറഞ്ഞത്, സർക്കാർ എല്ലാവരും പിടിക്കുന്നു, അകത്തെടുത്തു. ആരെയാ പിടിച്ചത്? ആകെ 2 ആളെയല്ലേ പിടിച്ചത്. ഇതിനകത്ത് മുൻപിൽ നിന്ന് 2 ആളാണ്, 2 പേരെ 2 ആള്. ആരാ വേറെ പിടിച്ചത്? CPM-ൻ്റെ എത്രയോ ആളുകൾ അതിനകത്ത് കണിയേണ്ടതാ, ഒരുപാട് ആളുകൾ. അത് മാത്രമല്ല, അത് അന്വേഷണം, ഞാൻ ചോദിക്കുന്ന ഒരു സത്യസന്ധമായ അന്വേഷണം നടന്നാൽ അത് പിണറായി വിജയൻ്റെ അടുക്ക് എത്തും എന്ന് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നു. അതില്ല എന്ന് തെളിയിക്കണം എന്ന് അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹം അന്വേഷണം തുടരണം. അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ അന്വേഷണം ഉണ്ടാവണം. ആ അന്വേഷണത്തിലൂടെ നിഷ്പക്ഷമായ ഒരു തീരുമാനം പുറത്തു വരണം. അതിൽ വരെ ഇവരെല്ലാം അവിശ്വാസത്തോടെ നമ്മൾ നോക്കിക്കാണും. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വീണ്ടും ചർച്ചയാക്കി. ആദ്യം തുടങ്ങിയത് KPC പ്രസിഡന്റാണ്, പിന്നീട് അത് മുഖ്യമന്ത്രി ഏറ്റുപിടിച്ചു. വളരെ ശക്തമായ ഒരു വാക്പോരിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം മാറുകയാണ്. ആ വിഷയം അതെല്ലാം ചർച്ചയാവുമല്ലോ, സ്വാഭാവികമല്ലേ. രാജ്യത്തുള്ള എല്ലാ പ്രശ്നങ്ങളും ഇലക്ഷന് ചർച്ചാ വിഷയമാവുന്നുള്ള കാര്യം ഒരു സത്യമല്ലേ. ഞാനതിനെക്കുറിച്ചൊന്നും കമൻറ്റില്ല. നമ്മളെ പാർട്ടി ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തിൻ്റെ പിറകിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിൽക്കുന്നുണ്ട്. അതിനപ്പുറത്ത് കടന്നുപോയി സംസാരിക്കാൻ അതിനെക്കുറിച്ച് താല്പര്യമില്ല. ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിലൊന്നും ഒരു തെളിച്ചടിയും ഇതുകൊണ്ടുണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. 100%. ഞാൻ ചോദിക്കുന്നത് ഇത് ആദ്യത്തേതാണോ? CPM-ൻ്റെ എത്ര നേതാക്കന്മാരുടെ ചരിത്രമുണ്ട്? എത്ര പേരുടെ പേരിൽ ആരോപണമുണ്ട്? എന്തേ അതൊന്നും പുറത്തു പറയാത്തത്? സ്ത്രീലമ്പടന്മാരുടെ ഒരു വിഷയം എന്നുള്ള രീതിയിലാണ് പിണറായി അതിനെ വിശേഷിപ്പിച്ചത്. അതെ, അദ്ദേഹത്തിൻ്റെ അല്പത്തരം. അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്ത് അദ്ദേഹം തന്നെ ഇത് പറയുന്നു എന്ന് പറഞ്ഞാൽ പിന്നെന്താ അർത്ഥം? അയാളിനെ സമ്മതിക്കല്ലേ എൻ്റെ അർത്ഥം? അല്ല, അടൂർ പ്രകാശ് ദിലീപിനെ അനുകൂലിക്കുന്നു. അല്ല, അടൂർ പ്രകാശ് അത് തിരുത്തി. സോവർ തിരുത്തിയല്ലോ അടൂർ പ്രകാശ്. ഇതെല്ലാം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇങ്ങനെ വരുമ്പോൾ അത് ബാധിക്കുക UDF-നെയും കോൺഗ്രസിനെയും? ഞങ്ങളെ ബാധിക്കില്ല. ഞങ്ങൾ UDF-നെയൊന്നും ബാധിക്കാൻ പോകുന്നില്ല. ഈ സംഭവങ്ങളൊക്കെ ഇതുപോലെ 100 സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അത് ഇടതുപക്ഷത്തിൻ്റെ അകത്ത് ഒരുപാട് അവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രതികളെന്ന് പറയുന്നത്. അത്തരം പ്രതികളൊക്കെ അവരാണ് ഏറെയും. കോൺഗ്രസിൻ്റെ അകത്ത് അങ്ങനെയൊന്നും ആളുകളില്ല ഏറെ. കേസ് ഇന്നും ജമാഅത്തെ ഇസ്ലാമി വിഷയം വീണ്ടും ചർച്ചയാക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചിട്ടുണ്ട്. അതായത് UDF-ന് തിരിച്ചടിയാകുമെന്നുള്ളത്. ഞങ്ങൾക്കൊരു തിരിച്ചടിയുമില്ല. ഞങ്ങൾക്ക് ഐക്യജനാധിപത്യ മുന്നണിയോട് കൂറു പുലർത്തുന്ന ജനങ്ങൾ എന്നും നമ്മളോടൊപ്പം ഉണ്ടാകും. നമുക്കവരെ വോട്ട് നമുക്ക് എന്നും കിട്ടും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. ആ വോട്ട് ഇല്ലാതാക്കാനൊന്നും ഒരു രാഷ്ട്രീയ എതിരാളിക്കും സാധിക്കില്ല. കോർപ്പറേഷനിലെ പോളിംഗ് നമ്മൾ താരതമ്യേന കുറവാണ്. മുനിസിപ്പാലിറ്റികളിൽ നല്ല പോളിംഗ് ഉണ്ട്, കണ്ണൂരിൽ പഞ്ചായത്തുകളിലുണ്ട്. ഇവിടെ കോർപ്പറേഷനിൽ കുറവാണ്. ഇവിടെ കണ്ണൂർ കോർപ്പറേഷൻ ഇപ്പം എത്രയായി? 25% 11 മണിയല്ലേ ആയിട്ടുള്ളൂ. അല്ല, ആന്തൂരിൽ എത്തിയിട്ടുണ്ടാവും. പക്ഷെ നമ്മളിവിടെ ഇപ്പോൾ ഇവിടെ വോട്ട് നമ്മളെന്തായാലും നമ്മുടെ ജനങ്ങളെല്ലാം സ്ത്രീകളെല്ലാം രാവിലത്തെ ഭക്ഷണമൊക്കെ കോർപ്പറേഷനൊന്നും ഇവിടെയും പോകില്ല. എന്ന് ആര് കൊണ്ടുപോകാൻ? പടച്ചോനോ? ഇവിടെ ആരാ കോർപ്പറേഷൻ്റെ അകത്തുള്ളത്? BJP-യാ? CPM-ആ? എവിടെയാ?